പാലക്കാട് LDF വിജയിക്കും. ഞങ്ങളും UDF തമ്മിലുള്ള മത്സരമാണ്. BJP ദയനീയ സ്ഥിതിയിലാണുള്ളത്. കടുത്ത ആഭ്യന്തര പ്രശ്നം ഒരു ഭാഗത്തുണ്ട്. പിന്നെ കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന കടുത്ത അവഗണനയിൽ കേരളമാകെ കേന്ദ്ര സർക്കാരിനെതിരെ വലിയ വികാരത്തിലാണ്. BJPയുടെ പരമ്പരാഗത വോട്ടർമാരുൾപ്പെടെ BJPയെ കൈയൊഴിയും. പാലക്കാട് BJPയുടെ സ്ഥിതി ദയനീയമായിരിക്കും. അവിടെ വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പ് 2019 സംഭവിക്കും. വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പിൻ്റെ വേർഷൻ 2 ആയിരിക്കും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് നേരത്തെ പറഞ്ഞാണ്. അത് ആവർത്തിക്കും. പാലക്കാട് നഗരത്തിന് മറ്റൊരു പ്രത്യേകത, സ്ഥാനാർത്ഥിയുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും മറ്റു കാര്യങ്ങൾ കൂടി പൊതുവെ പരിശോധിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ പരിശോധിക്കുന്ന ഘട്ടത്തിൽ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റാണ് ഡോക്ടർ സെറിൻ. അതേ ഒരു പ്രൊഫഷണൽ മേഖലയിലുള്ള ആളാണ്. അപ്പോൾ ആ നിലയിലൊക്കെ തന്നെ സ്റ്റെതസ്കോപ്പ് എന്നുള്ള ചിഹ്നം ജനങ്ങളുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട്. അല്ല, അത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ളവരെ വിമർശിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറിയെ എല്ലാ നിലയിലും വിമർശിക്കാറില്ലേ? KPC പ്രസിഡന്റ് വിമർശിക്കാറില്ലേ? KPC പ്രസിഡന്റ് വിമർശിക്കുമ്പോഴുള്ള ബേജാറിനേക്കാൾ വലിയ എന്തോ ബേജാറാണ് പ്രതിപക്ഷ നേതാവിന് ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് വിമർശിക്കുക കാണാനുള്ളത്. അത് ഒരു കുടില തന്ത്രമാണ്. മുസ്ലിം ലീഗിനെ വിമർശിക്കുക എന്നുള്ളത് ഏതെങ്കിലും സമുദായത്തെ വിമർശിക്കലല്ല, ഒരു രാഷ്ട്രീയ പാർട്ടി വിമർശിക്കലാണ്. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വത്തിലുള്ള ഒരു വ്യക്തിയെ വിമർശിക്കുന്നത് രാഷ്ട്രീയമാണ്. അത് ആ നിലയിലാണ്. അതിന് പകരം ഇത്തരം പ്രചരണം നടത്തുന്നവരുടെ താല്പര്യം രാഷ്ട്രീയത്തിൽ മതവർഗീയത കലർത്തുക എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ പൊതുവേ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലിരുന്ന പലരെയും ഇതിനു മുമ്പ് വിമർശിച്ചിട്ടുണ്ട്. അന്നൊന്നും ഇല്ലാത്തൊരു അസഹിഷ്ണുത ഇന്ന് കാണിക്കുന്നത് വളരെ ബോധപൂർവമാണ്. അല്ല, ഞങ്ങൾ മുന്നേറുമല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ. പിന്നെ എന്തായാലും പ്രശ്നമുള്ളത്, ഞങ്ങളെന്തായാലും മുന്നേറും. ഇതിൽ വഷളായതാരാ? മതവർഗീയ വിഷം തുപ്പുന്ന പ്രസംഗങ്ങളൊന്നും തള്ളിപ്പറയാത്തൊരു വ്യക്തിയെ BJPയിൽ നിന്നും കോൺഗ്രസിലേക്ക് മാറി, ഈ ഫുട്ബോളിൻ്റെ ക്ലബ്ബ് മാറുന്ന പോലെ മാറി എന്നുള്ളത് കൊണ്ട് പാണക്കാട് തറവാട്ടിലേക്ക് വിളിച്ചു വരുത്തി സ്വീകരിച്ചതല്ലേ തെറ്റ്? ഉടനെ തന്നെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പത്രസമ്മേളനം നടത്തി. എന്താ അവിടെ മാത്രം പോയത് എന്ന് പറഞ്ഞ് മതസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചില്ലേ? അതിനുള്ളൊരു അവസരം ഒരുക്കുകയല്ലേ ചെയ്തത്? യഥാർത്ഥത്തിൽ ആ സന്ദർശനം അങ്ങോട്ടുള്ളത് ഒഴിവാക്കണമായിരുന്നു. RSS ലോങ് ടേം അജണ്ടയുള്ളൊരു സംഘടനയാണ്, ഷോർട്ട് ടേം അജണ്ടയല്ല. കേരളത്തിൽ അവരുടെ ലോങ് ടേം അജണ്ടയിൽ ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം. അതിന് BJPയിലൂടെ മാത്രമല്ല UDFയിലൂടെയും സാധിക്കുന്നവർക്കറിയാം. അതിൻ്റെ ശ്രമമാണ് നടത്തുന്നത്. RSSൻ്റെ രാഷ്ട്രീയം നേരത്തെ BJPയിൽ നിന്ന് പറഞ്ഞ വ്യക്തി പാണക്കാട്ട് തറവാട്ടിൻ്റെ മുറ്റത്തു നിന്നും കോൺഗ്രസിൽ നിന്നുകൊണ്ട് പറയുന്നു എന്നുള്ളതല്ലേ നമ്മൾ കണ്ടത്. അന്ധമായ ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയമാണ് അദ്ദേഹം പറഞ്ഞത്. യഥാർത്ഥത്തിൽ RSSൻ്റെ ലോങ് ടേം അജണ്ടയ്ക്ക് പച്ചക്കൊടി വീശുകയാണ് പാണക്കാട്ട് തറവാട്ടിൽ ഇദ്ദേഹത്തിൻ്റെ സന്ദർശന ഘട്ടത്തിൽ നടന്നത്.